قُلْ يَا أَهْلَ الْكِتَابِ تَعَالَوْا إِلَى كَلِمَةٍ سَوَاءٍ بَيْنَنَا وَبَيْنَكُمْ أَلَّا نَعْبُدَ إِلَّا اللَّهَ وَلَا نُشْرِكَ بِهِ شَيْئًا وَلَا يَتَّخِذَ بَعْضُنَا بَعْضًا أَرْبَابًا مِّن دُونِ اللَّهِ فَإِن تَوَلَّوْا فَقُولُوا اشْهَدُوا بِأَنَّا مُسْلِمُونَ. എൻ്റെ പേര് നസീർ എന്നാണ്. ഇവിടെ 1 യോഹന്നാൻ 5:7 വചനം മുദ്രിക്കപ്പെടുകയുണ്ടായി. ഫോർ ദെയർ ആർ ത്രീ ദാറ്റ് ബി റെക്കോർഡ് ഇൻ ഹെവൻ, ദ ഫാദർ, ദ വേർഡ്സ് ആൻഡ് ദ ഹോളി ഗോസ്റ്റ്, ദീസ് ത്രീ ആർ വൺ. ആ വചനം പിന്നെ ജെയിംസ് സാറ് പറഞ്ഞ പോലെ വിശ്വാസത്തിന്റെ, അതായത് 7 മാനദണ്ഡം ഉണ്ടെന്ന് പറഞ്ഞു ബൈബിൾ സ്വീകരിക്കാൻ. അതിൽ ഒന്നാമത്തെ മാനദണ്ഡമായ വിശ്വാസം ഇല്ലാത്തവർ അത് ഉപേക്ഷിച്ചതാണോ? ത്രിയേകത്വത്തിന് തെളിവായിട്ടുള്ളത് 5:7 3 സാക്ഷികളെ കുറിച്ച് പറയുന്ന ഭാഗം ആദ്യം കണ്ട മാനുസ്ക്രിപ്റ്റ്സിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അത് സ്വീകരിച്ചു. പിന്നീട് കുറെ മാനുസ്ക്രിപ്റ്റ്സ് കിട്ടിയപ്പോൾ അങ്ങനെ ഒരു മാനുസ്ക്രിപ്റ്റ്സിൽ ഇല്ലെന്ന് ബോധ്യമായപ്പോൾ അത് ഉപേക്ഷിച്ചു. ഇപ്പം ലഭിക്കുന്ന മാനുസ്ക്രിപ്റ്റ്സ് അതിലും വളരെ പഴക്കം ചെന്ന മാനുസ്ക്രിപ്റ്റ്സിൽ അത് ഉണ്ട് എന്ന് ബോധ്യമായിട്ടുണ്ട്. അപ്പം ഈ ബൈബിളിന്റെ കാനോനികത ഇപ്പം ബൈബിൾ പബ്ലിഷ് ചെയ്യുന്നവരല്ല നിശ്ചയിക്കുന്നത്. അത് ഞാൻ 1-ാം നൂറ്റാണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. 7 പടികൾ 1-ാം നൂറ്റാണ്ടിലെ കാനോനികത സ്വീകരിച്ചേ. ദൈവം വചനം നമുക്ക് എത്തിച്ച, കാനോനികതയല്ല, ദൈവം വചനം നമുക്ക് എത്തിച്ച പടികളാണ് 7 പടികൾ. ഇങ്ങനെയുള്ളത് ഒരെണ്ണം ഇപ്പം പഴയ മാനുസ്ക്രിപ്റ്റ് കാണുന്നില്ല, എന്നാൽ ഇത് വേണ്ട എന്ന് വെക്കുന്നത് അത് ഇന്ന് നടക്കുന്ന പ്രോസസ്സാണ്. അത് ആത്മീകരായ മനുഷ്യർ ചെയ്യുന്ന കാര്യമാണ്. അവര് പൂർണ്ണ ബോധ്യത്തിലെ ഉത്തമ വിശ്വാസത്തിൽ ചെയ്യുന്ന കാര്യം. അത് ആ പ്രോസസ്സുമായിട്ട് ബന്ധമില്ല. ആ പ്രോസസ്സ് ദൈവം വചനം ജനങ്ങളിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്ന 7 പടികളാണ്. അത് ആദ്യം റെവലേഷൻ, പിന്നെ ഇൻസ്പിറേഷന്, കാനോനികത അല്ലെങ്കിൽ അതോറിറ്റി, പിന്നെ അങ്ങനെ പടിപടിയായിട്ട്. ആൻസറിന് റിബട്ടൽ ഉണ്ടായിരുന്നു, ഓരോ ആൻസറിനും കരാർ പ്രകാരം. അപ്പൊ ആൻസറിന് റിബട്ടൽ ഇതുവരെ ഒന്നും ചെയ്തില്ല. ആവശ്യപ്പെട്ടതാ. അന്നേരം പിന്നെ സമയം കുറവെന്നുള്ളവർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. വേണമെങ്കിൽ അല്ലെങ്കിൽ എല്ലാത്തിനും ഒരുപോലെ. എൻ്റെ പേര് ജോൺസൺ എന്നാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കാനായിട്ടല്ല എഴുന്നേറ്റ് നിന്നത്. പ്രിയ അക്ബർ സാറ് പറഞ്ഞപ്പോൾ വേദപുസ്തകത്തിൻ്റെതായിരിക്കുന്ന വിശ്വസനീയതയും അതുപോലെ തന്നെ വേദപുസ്തകം അല്ലെങ്കിൽ വിശുദ്ധ തൗറാത്ത്, സബൂർ, ഇൻജിൽ ആ ഗ്രന്ഥങ്ങൾ ഇന്ന് നിലനിൽക്കുന്നില്ല. അതിൽ ഉള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ ബൈബിളിലുണ്ട് എന്നുള്ള കാര്യം പറയുകയുണ്ടായി. എന്നാൽ വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം ഞാൻ എടുത്ത് ആവർത്തിച്ചു പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, വേദപുസ്തകത്തിൽ ഒരു നിലയിലും മാനുഷികമായിരിക്കുന്ന കൈകടത്തലുകൾ ഉണ്ടായിട്ടില്ല. 2, വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ആകാശവും ഭൂമിയും നീങ്ങിപ്പോയാലും എന്റെ വചനം എന്നേക്കും സ്ഥിരമായിരിക്കും, അതിന് മാറ്റം വരികയില്ല. വെളിപ്പാട് പുസ്തകത്തിൽ പ്രിയ സഹോദരന്മാരിലൊരാൾ വായിച്ചു, ഈ പ്രവചന പുസ്തകത്തിൽ നിന്ന് എന്തെങ്കിലും നീക്കിക്കളഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്ന ബാധ വരുത്തും എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. വിശുദ്ധ ബൈബിൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആവർത്തന പുസ്തകത്തിൽ നാം ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യം, ദൈവം സർവജ്ഞാനിയാണ്, സർവവും അറിയുന്നവനാണ് ദൈവം. അങ്ങനെയെങ്കിൽ ദൈവദാസനായിരിക്കുന്ന മോശയ്ക്ക് തന്റെ മരണത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്ത ഭാഗം മോശ എഴുതി രേഖപ്പെടുത്തി തന്നെങ്കിൽ അത് ദൈവനിശ്വാസ്യമല്ല എന്ന് പറയാനായിട്ട് കഴിയുമോ? കാരണം ദൈവത്തിൻ്റെതായിരിക്കുന്ന കഴിവുകളിൽ സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്.
അപ്പോൾ ആ ദൈവത്തിന് മനുഷ്യന്റെ കാര്യത്തോടുള്ള ബന്ധത്തിൽ പൂർണ്ണമായിട്ട് അറിയാമെങ്കിൽ അത് മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്ത് ആ കാര്യം ആവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മോശ എഴുതിയതല്ല എന്ന് പറയാനായിട്ട് കഴിയുമോ? ഇതാണ് എന്റെ ചോദ്യം. കഴിയും എന്നാണ് ഉത്തരം. എന്തുകൊണ്ടെന്നാൽ ഒന്നാമതായി വെളിപാട് പുസ്തകത്തിലും മറ്റുമെല്ലാം പറയുന്ന ബാധ കാര്യം, ഇതിനെക്കുറിച്ച് ഒരു കാലത്തും ഈ പുരോഹിതന്മാർക്ക് ഒരു ബോധവും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. പലപ്പോഴും മാറ്റിയിട്ടുണ്ട്, ഇപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഏറ്റവും പുതിയതിറങ്ങിയ ബൈബിളിൽ പഴയ അബദ്ധങ്ങൾ എന്ന് തോന്നിയ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്, നമ്പറുകൾ മാറ്റിയിട്ടുണ്ട്, പലതും മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഒരു വചനമെങ്കിലും ഒരു പുള്ളിയെങ്കിലും വള്ളിയെങ്കിലും ഇതിൽ നിന്ന് നീക്കം ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ബാധയെക്കുറിച്ചുള്ള ഒരു ബോധമുണ്ടായിരുന്നെങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ല. എന്നാൽ നീക്കിയിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട്. ഇനിയത്തെ പ്രശ്നം, സർവശക്തനായ ദൈവം തീർച്ചയായും മോശയ്ക്ക് ഇങ്ങനെ ഒരു വിവരം കൊടുത്താൽ അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമോ എന്നാണ്. തീർച്ചയായും സർവശക്തനായ ദൈവം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പറയാൻ കഴിയുമായിരുന്നില്ല, തീർച്ചയായും. പക്ഷെ ആ വചനങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ബൈബിൾ പറയുന്ന ദൈവം, വിശേഷിച്ച് പഴയ നിയമം പറയുന്ന ദൈവം എത്രത്തോളം സർവശക്തനാണ്, സർവജ്ഞനാണ് എന്നുകൂടി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു. ഇവിടെ മനുഷ്യന് സദൃശ്യനായി, ദൈവത്തിന് സദൃശ്യനായി മനുഷ്യനെ സൃഷ്ടിച്ച ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ 26-ാമത്തെ വചനത്തിലെ ദൈവം, വിശ്രമം ആവശ്യമുള്ള 2-ാം അധ്യായത്തിലെ 2-3 വചനങ്ങളിലെ ദൈവം, ആദാമിനെ ഹവ്വയും കാണാതായിട്ട് തെരഞ്ഞു നടക്കുന്ന 3-ാം അധ്യായത്തിലെ 8 മുതൽ 13 വരെയുള്ള വചനങ്ങളിലെ ദൈവം, അങ്ങനെ ഇങ്ങനെ ചെയ്തു പോയ ആദാമിനെ ഹവ്വയെ ഏദൻ തോട്ടത്തിലാക്കിയതിനെ കുറിച്ച് ദുഃഖിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിലെ 6-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനത്തിലെ ദൈവം, അങ്ങനെ അവസാനം ദൈവം ഒരു കാര്യം തീരുമാനിച്ചിട്ട് അതിന് മനസ്സു മാറുന്ന പുറപ്പാട് പുസ്തകത്തിലെ 32-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനത്തിലെ ദൈവം, പാവം യാക്കോബുമായി മല്ലിടിച്ചിട്ട് പരാജയപ്പെട്ടു പോയ ഉൽപ്പത്തി പുസ്തകത്തിലെ 32-ാം അധ്യായത്തിലെ 28-ാമത്തെ വചനത്തിലെ ദൈവം. ഇതാണ് പഴയ നിയമം വരച്ചു കാണിക്കുന്ന ദൈവം. അപ്പൊ അവിടെ തന്നെ പ്രശ്നമുണ്ട്. ഇനി ഈ വചനങ്ങളൊന്ന് വായിച്ചു നോക്കിക്കൂടെ? മോശയ്ക്ക് അവതരിപ്പിച്ചു കൊടുത്ത വെളിപാടാണെങ്കിൽ എന്താ പറയുന്നത്? ഇതുവരെ മോശയുടെ ശവക്കുഴിയുടെ സ്ഥലം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഏതുവരെ? മോശയ്ക്ക് അവതരിപ്പിച്ചു കൊടുത്തു, ദൈവം അങ്ങനെ മുൻകൂട്ടിയുള്ള ഒരു ബോധനം കൊടുത്തു, അപ്പോ മോശ എഴുതി നമ്മൾ വിചാരിക്കാം. ഏതുവരെ? പിന്നീട് ഇസ്രായേലിൽ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല. ഇത് ഏത് ചെറിയ കുട്ടിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ സരളമായ ഒരു കാര്യമാണ്. ദൈവം തമ്പുരാൻ മോശയ്ക്ക് നേരത്തെ വിവരം കൊടുത്തിട്ട് മോശ പ്രവാചകൻ എഴുതിയതാണ് ഇത് എന്ന് എത്ര വ്യാഖ്യാനിച്ചൊപ്പിച്ചാലും ഒക്കുകയില്ല എന്നുള്ളതാണ് സത്യം. എന്റെ പേര് റഫീഖ്. എന്റെ ചോദ്യം, ബൈബിളിൽ വരാനിരിക്കുന്ന ഏലിയാണ് യോഹന്നാൻ എന്ന് യേശു പറഞ്ഞതായി മത്തായി 11:14 കാണുന്നു. എന്നാൽ യോഹന്നാൻ 1:21 പറയുന്നത്, യോഹന്നാൻ ആരെന്ന് മനസ്സിലാക്കാനായി പുരോഹിതന്മാർ യോഹന്നാനോട് ചെന്ന് ചോദിക്കുകയാണ്, നീ ആരാണ്? ക്രിസ്തുവാണോ? അപ്പോഴ് യോഹന്നാന്റെ മറുപടി അല്ല എന്നാണ്. അടുത്ത് വീണ്ടും ചോദിക്കുകയാണ്, നീ ഏലിയാണോ? അപ്പോഴും യോഹന്നാന്റെ മറുപടി അല്ല എന്നാണ്. അപ്പൊ ഇതിൽ ആരാണ് കളവ് പറഞ്ഞത്? യേശു ക്രിസ്തു കളവ് പറഞ്ഞത് മുസ്ലിമായ ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ആരാണ്? യോഹന്നാനാണോ കളവ് പറഞ്ഞ? അതല്ല നിങ്ങൾ സത്യവേദം എന്ന് അവകാശപ്പെടുന്ന ബൈബിളാണോ? തൃപ്തികരമായ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. ഈ ചോദ്യത്തില് അന്തർലീനമായിട്ടുള്ളത് ആ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥത്തിൽ മനസ്സിലാകാത്ത കൊണ്ടുള്ള ഒരു കൺഫ്യൂഷനാണ്. അതായത് യേശുക്രിസ്തു തന്നെ പറഞ്ഞു, യോഹന്നാൻ ഏലിയാവിന്റെ ആത്മാവിൽ വന്നിരിക്കുന്നു. ഏലിയാവിന്റെ അവതാരമല്ല, ഏലിയാവിന്റെ ആത്മാവിലാണ് വന്നിരിക്കുന്നത്. ആ അർത്ഥത്തിൽ യോഹന്നാൻ ഏലിയാവിനെ പ്രതിനിധാനം ചെയ്യുന്നു. ഇനി അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉണ്ട്. ഏലിയാവ് ഇനി ആളത്തപരമായിട്ട് വരാൻ പോകുന്നുണ്ട്. അത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഏലിയാവും അതുപോലെ മോശയും ഈ ഭൂമിയിലേക്ക് വരാൻ പോകുന്നുണ്ട്. അങ്ങനെ ഏലിയാവ് ആളായിട്ട് തന്നെ
സാക്ഷാൽ ഏലിയാവ് ദേഹത്തിൽ വരാൻ പോകുന്ന ഒരു സന്ദർഭമുണ്ട്. അതിനുശേഷമാണ് ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിനെ അനുസരിക്കാത്തവർ, യേശുക്രിസ്തുവിനെ കർത്താവിന് രക്ഷിതാവുമായിട്ട് സ്വീകരിക്കാത്തവരെ ശിക്ഷിക്കാൻ പോകുന്നത്. ആ ആളത്തപരമായിട്ടുള്ള സന്ദർശനമായിരുന്നുവോ യോഹന്നാനിലൂടെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ യോഹന്നാനെ ഭരിച്ചിരുന്ന ആത്മാവ് ഏലിയാവിന്റെ ആത്മാവാണ്. അത് യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, അവന് ഏലിയാവിന്റെ ആത്മാവിൽ വന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നവൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ. അവൻ വന്നത് ഏലിയാവിന്റെ ആത്മാവിലാണ്. എന്നാൽ അവൻ ഏലിയാവ് ആയിരുന്നില്ല. യോഹന്നാനും അതേ അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ചോദിക്കുകയാണ്, വെളിപ്പാട് പുസ്തകത്തിൽ വരാനുള്ള അല്ലെ ലോകാന്ത്യത്തിനു മുമ്പേ വരാനുള്ള ഏലിയാവ് ഞാനാണോന്ന് ചോദിച്ചാൽ ഞാനല്ല. കാരണം ആ സ്റ്റേജ് എത്തിയിട്ടില്ല. ഏലിയാവ് ഇനി വരാൻ പോകുന്നുണ്ട്, 10, 2000, 3000 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്നുണ്ട്. ആ ഏലിയാവ് ഞാനല്ല. യോഹന്നാൻ ഞാൻ ഏലിയാവിന്റെ ആത്മാവിലല്ല വന്നിരിക്കുന്നതെന്ന് യോഹന്നാൻ പറഞ്ഞുമില്ല. ഏലിയാവാണോ, നീ ആ വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. യോഹന്നാൻ പറഞ്ഞു വളരെ ശരിയാണ്. സോ അത് യേശുക്രിസ്തു പറഞ്ഞു യോഹന്നാൻ ഏലിയാവിന്റെ ആത്മാവിലാണ് വന്നിരിക്കുന്നത്. ആ ഉത്തരവും ശരിയാണ്. അവിടെ ഒരു കോൺട്രഡിക്ഷനും ഇല്ല. എന്റെ പേര് അനിൽകുമാർ എന്നാണ്. ഒരു അക്ബർ സാഹിബ് ഗ്രീക്കില് ദൈവരാജ്യം അല്ല ദൈവത്തിന്റെ സുവിശേഷമാണ് എന്ന് പറഞ്ഞു. അത് അല്പ സംശയമുള്ള കാര്യമാണ്. കാരണം അത് ഗ്രീക്ക് അറിയുന്ന ആരെങ്കിലും കൊണ്ടും അതൊന്ന് വായിച്ച് കേൾപ്പിച്ച് മനസ്സിലാക്കിച്ചു തരണം. അതാണ് എന്റെ സംശയം. ഇതിനകത്ത് 14-ാമത്തെ വാക്യത്തില് ദൈവത്തിന്റെ സുവിശേഷം എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. 15-ാമത്തെ വാക്യത്തിൽ രാജ്യത്തിന്റെ സുവിശേഷം എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിലുള്ള ഗ്രീക്ക് ട്രാൻസ്ലേഷനിലാണെങ്കിൽ രണ്ടിലും ദൈവത്തിന്റെ സുവിശേഷം. അപ്പൊ ഇതൊരു ഡീവിയന്റ് ട്രാൻസ്ലേഷൻ ആയിരിക്കാനാണ് സാധ്യത. അത് ഗ്രീക്കിൽ തന്നെ വായിച്ചു കേൾപ്പിക്കാം. മർക്കോസിന്റെ സുവിശേഷം 1:14 ഡി മെറ്റാ ഇയോനെസ് പാർഡിഡോമായി ഇയോസസ് എർച്ചോമായി എയിസ് ഗലീലിയ കെറൂസോ ഇഗോലിയോൻ ബെസലിയ തിയോസ്. ബെസലിയ എന്ന് പറഞ്ഞാൽ രാജ്യം, തിയോസ് എന്ന് പറഞ്ഞാൽ ദൈവം, യുഗാലിയോൺ എന്ന് പറഞ്ഞാൽ ഗോസ്പൽ. യുഗാലിയോൺ ബെസലിയ തിയോസ്. അപ്പം രാജ്യത്തിന്റെ സുവിശേഷം, അത് 14-ാം വാക്യത്തിലാണ്. രാജ്യത്തിന്റെ സുവിശേഷമാണ് യേശുക്രിസ്തു പ്രസംഗിച്ചെന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഒരു വേരിയേഷൻ ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ 15-ാമത്തെ വാക്യത്തില് ഇതിനകത്തും രാജ്യത്തിന്റെ സുവിശേഷം എന്ന് തന്നെ പറയുന്നുണ്ട്. ഇതിന് 14 ദൈവത്തിന്റെ സുവിശേഷം. ഇതാ ഞാൻ പറഞ്ഞത്. ഗ്രീക്ക് ബൈബിളിൽ തന്നെ കണ്ടില്ലേ? ഗ്രീക്ക് ബൈബിളിൽ ഒറിജിനലത്തെ കാര്യം അപ്പോ കണ്ടല്ലോ. ഗ്രീക്ക് ബൈബിളിൽ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഗ്രീക്ക് ബൈബിളിൽ ദൈവത്തിന്റെ സുവിശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷമായി മാറുന്നു. വലിയ കാര്യമാണോന്നല്ല, അത് എനിക്കെതിരിൽ വലിയൊരു കാര്യമായിട്ട് ഉദ്ധരിച്ച സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതാണ് പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഈ വെളിപാട് പുസ്തകത്തിലെ പ്രശ്നമല്ലേ എവിടെ പോയി? ഇവർക്കൊന്നും വന്നിട്ടില്ലല്ലോ, മഹാമാരികളൊന്നും ഉണ്ടായിട്ടില്ല. പലതും കൂട്ടുന്നു കുറക്കുന്നു, അത് ഡീവിയന്റ് ആണെന്ന് പറയാം, എളുപ്പം കഴിഞ്ഞു. അത് തന്നെയാണ് പ്രശ്നം. ഈ 14-ാമത്തെ വാക്യത്തിൽ 15-ാമത്തെ വാക്യത്തിൽ അത് മനസ്സിലാകത്തക്കവണ്ണം വിശദീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് കൺഫ്യൂഷന്റെ ആവശ്യമൊന്നുമില്ല, ന്യായമായിട്ട്. എന്റെ വാദം, യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം ഇഞ്ചീലുള്ള അള്ളാഹുവിന്റെ സുവിശേഷം, ഇഞ്ചീൽ എന്ന് പറഞ്ഞ സുവിശേഷം അറബിയിൽ, ഖുർആനിൽ പറയുന്ന യേശു പ്രസംഗിച്ചു എന്ന് ഖുർആൻ പറയുന്ന സുവിശേഷം, അതിന് ബൈബിളിൽ തെളിവുണ്ട് എന്നാണ്. അതിനാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ സുവിശേഷം. യേശു ദൈവരാജ്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല.
യേശു നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കുക, ദൈവരാജ്യത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ദൈവത്തിന്റെ സുവിശേഷം തന്നെ ഞാൻ വളരെ കൃത്യമായി നിങ്ങൾക്ക് ഈ അവസരം ലഭിച്ച സ്ഥിതിക്ക് ഞാൻ കാര്യം പറയാണ്. ഇന്ന് ലഭിച്ച സുവിശേഷങ്ങളിൽ ഏറ്റവും ആദ്യം രചിക്കപ്പെട്ടത് മർക്കോസിന്റെ സുവിശേഷമാണ്. സുഹൃത്തെ, അവിടുന്ന് സംസാരിക്കല്ലേ, നിങ്ങൾ സംസാരിച്ച ശേഷം. ഇന്ന് ലഭിച്ച സുവിശേഷങ്ങളിൽ ഏറ്റവും ആദ്യം രചിക്കപ്പെട്ടത് മർക്കോസിന്റെ സുവിശേഷമാണ്. ഈ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് മർക്കോസിന്റെ സുവിശേഷത്തിലേ കാണൂ. ദൈവത്തിന്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള സംസാരം നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണും. മത്തായിയുടെ സുവിശേഷം എത്തുമ്പോഴേക്ക് അത് പൂർണ്ണമായും ദൈവരാജ്യത്തിന്റെ സുവിശേഷമാകും. യോഹന്നാന്റെ സുവിശേഷമായപ്പോഴേക്ക് അങ്ങനെ ഒരു ദൈവത്തിന്റെ സുവിശേഷമോ ദൈവരാജ്യത്തിന്റെ സുവിശേഷമോ യേശു പ്രസംഗിച്ചിട്ടേയില്ല. എന്നാൽ വളരെ സമർത്ഥമായി നിങ്ങൾ പരിശോധിക്കണം, വളരെ സമർത്ഥമായി പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്ന സുവിശേഷം നിങ്ങൾ സുവിശേഷമായി അംഗീകരിക്കണം എന്നാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന സുവിശേഷത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് അംഗീകരിക്കരുത്. ഞാൻ പറയുന്ന സുവിശേഷം മാത്രമേ നിങ്ങൾ അംഗീകരിക്കാവൂ എന്നാണ്. അവിടെയാണ് പ്രശ്നം. ആ ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന ദൈവത്തിന്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള ചിന്ത പോലും പിന്നീട് വിസ്മരിക്കപ്പെടുന്നു. ആ ചിന്ത പോയി പൗലോസിന്റെ സുവിശേഷമാകുന്നു. പിന്നെ യഥാർത്ഥത്തിലുള്ള സുവിശേഷം പൗലോസ് അംഗീകരിക്കുന്ന പൗലോസിന്റെ സുവിശേഷം. അതാണ് ഞാൻ പറഞ്ഞ കാര്യം. അത് തന്നെ, അത് വിശദീകരിക്കാൻ അവസരം കിട്ടിയതിൽ പടച്ചതമ്പുരാന് സ്തുതി. എന്റെ പേര് ഡോക്ടർ താരിഖ്. എനിക്ക് ചോദിക്കാനുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു സംശയമാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ 7-ാമത്തെ അധ്യായത്തില് നോഹയുടെ കാലത്തുണ്ടായിരുന്ന മഹാപ്രളയത്തെ പറ്റി പരാമർശങ്ങളുണ്ട്. ആ പരാമർശത്തിൽ പ്രത്യേകമായി പറയുന്ന 3 പോയിന്റുകളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്ന്, ആ പ്രളയം സാർവലൗകികമായി നിലനിന്നിരുന്നുവെന്ന് അതിൽ പരാമർശിച്ചതായി കാണാം. അതായത് 15 ക്യൂബിക് ഫീറ്റ് വെള്ളത്തിന്റെ കീഴിൽ ആകാശങ്ങളുടെ കീഴിലുള്ള എല്ലാ പർവ്വത നിരകളും മൂടിക്കൊണ്ട് അങ്ങനെ ഒരു പ്രളയം നിന്നതായി ഒരു പോയിന്റ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത്, ശ്വാസോച്ഛ്വാസമുള്ള ഒരു മനുഷ്യൻ പോലും ഡ്രൈ ലാൻഡിൽ, കരയിൽ അന്ന് അവശേഷിച്ചിരുന്നില്ല എന്നും അത് വ്യക്തമായി പ്രതിപാദിക്കുന്നു 7-ാം അധ്യായത്തില് ഉൽപ്പത്തി പുസ്തകത്തില്. പിന്നെ 3-ാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലഘട്ടം പറയുന്നത് നോഹയുടെ കാലഘട്ടത്തിലാണ് ഇത് സംഭവിച്ചതെന്നും ഒരു വലിയ പ്രളയം സംഭവിച്ച നോഹയുടെ കാലഘട്ടം, അതായത് കണക്കാക്കപ്പെടുന്നത് 21-ാം നൂറ്റാണ്ട് മുമ്പുള്ള കാലഘട്ടത്തിൽ സംഭവിച്ചതായും പറയപ്പെടുന്നു. ഈ 3 പോയിന്റിലും എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ആധുനിക പഠനത്തിന്റെ വെളിച്ചത്തിൽ, എസ്പെഷ്യലി ഈജിപ്റ്റോളജിയുടെയും ജിയോളജിയുടെയും പഠനത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ഒരു സാർവലൗകികമായിട്ടുള്ള ഒരു പ്രളയം ഉണ്ടായിട്ടിരുന്നില്ല എന്ന് വ്യക്തമായി ശാസ്ത്രീയ തെളിവുകളുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ക്രൈസ്തവ ലോകം തന്നെ അവരുടെ ചാവെഴുത്ത് പ്രതികളും അതുപോലെ പഴയ ടൂറിനിലെ ശവക്കച്ചയുടെയും ആധികാരികത തെളിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാർബൺ ഡേറ്റിംഗ് എന്ന ടെക്നോളജി ഉപയോഗിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു സാർവലൗകികമായിട്ടുള്ള പ്രളയം ഉണ്ടായിട്ടില്ല. അതൊരു പ്രാദേശികമായിട്ടുള്ള പ്രളയം ഉണ്ടാകാതിരിക്കാനേ സാധ്യതയുള്ളൂ. 1. 2, അല്ല, ആ പോയിന്റ് അകത്തുള്ള പോയിന്റുകളാണ് ഞാൻ പറയുന്നത്. 2-ാമത്തെ പോയിന്റ്, ലോകത്ത് സർവ്വ കാലഘട്ടത്തിലുണ്ടായിരുന്ന മനുഷ്യന്മാർ, കരയിലുണ്ടായിരുന്നവർ മരിച്ചുപോയെന്ന് പറയപ്പെടുന്നു. ഈജിപ്റ്റോളജിയുടെ പുതിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് മിഡിൽ കിങ്ഡം എന്ന് പറയുന്ന കാലഘട്ടം അന്ന് ഈജിപ്തിൽ തഴച്ചിരുന്നുവെന്നും അന്ന് ഫറോവമാർ ഭരണം നടത്തിയിരുന്നുവെന്നും ലോകത്തിന്റെ നാനാ ദിക്കുകളിലും മനുഷ്യന്മാർ അന്നുണ്ടായിരുന്നതായിട്ടും വ്യക്തമായ തെളിവുകൾ ഉയർന്നിരിക്കുന്നു. അപ്പോൾ ഈ ചോദ്യത്തിന് ഒരു സാറ്റിസ്ഫൈബിൾ ആയിട്ടുള്ള ആൻസർ തരണമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഡോക്ടർ ആരിഫ്. സാർ, ഈ ജലപ്രളയം സാർവലൗകികമായിരുന്നോ? ശ്വാസോച്ഛ്വാസമുള്ള ആരും അവശേഷിച്ചില്ലേ? നോഹയുടെ കാലത്ത് ആണോ സംഭവിച്ചത്? കാർബൺ ഡേറ്റിംഗ് വെച്ച് ഇത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഫറവോന്മാർ ഭരണം നടത്തിയിരുന്ന കാലത്താണ് ഇത് സംഭവിച്ച ഈ കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. ഇത് ഖുറാനിലും പറയുന്നുണ്ട് പ്രളയത്തെക്കുറിച്ച്. അപ്പം ഞാനിത് ഇല്ലെന്ന് പറഞ്ഞാൽ ആരിഫിനെ തന്നെ, ഞാൻ ആരിഫിന്റെ വേദത്തെ തന്നെ. ഓക്കെ. ഈ പ്രളയം സാർവലൗകികമായിരുന്നോ? ആയിരുന്നു. അതായത് ഇന്ത്യയിലെ ടിബറ്റൻ പീഠഭൂമിയിൽ പോലും ഫോസിൽസിനെ കിട്ടിയിട്ടുണ്ട്. ഒരു സാർവലൗകിക പ്രളയം ഇല്ലെങ്കിൽ എങ്ങനെ ഫോസിൽസ് ഇന്ത്യയിലെ ടിബറ്റൻ പീഠഭൂമിയിൽ ഫോസിൽസ് വരും? ലോകത്തില് അനേക സ്ഥലങ്ങളിൽ ഇതുപോലത്തെ കിട്ടിയിട്ടുണ്ട്. അമേരിക്കയിലാണെങ്കിൽ ഫോസിൽ ശവപ്പറമ്പുകൾ എന്ന് പറഞ്ഞ അനേക ഫോസിലുകളുടെ ശവകുടീരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവിടെ ഈ റഷ്യയിലുള്ള ജീവികൾ തൊട്ട് അമേരിക്കയിലുള്ള ജീവികൾ വരെ ഒരുമിച്ച് ഭൂമിയിൽ മണ്ണടിഞ്ഞ ഫോസിൽ ശവകുടീരങ്ങൾ അനേകം കണ്ടുപിടിച്ചിട്ടുണ്ട്. അമേരിക്കയിലുണ്ട്, യൂറോപ്പിലെ പല ഭാഗങ്ങളിലും ഉണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് ഒരു സാർവലൗകിക പ്രളയത്തെ തന്നെയാണ്.
ഇപ്പൊ ഒരു സാർവലൗകിക പ്രളയം വരുമോ? ഇറ്റ് ഈസ് പോസിബിൾ. കാരണം എന്ന് വെച്ചാൽ 1000 അടി വെള്ളം വേണമെന്ന് ഒരു നിർബന്ധമില്ല ഒരു സാർവലൗകിക. കാരണം എന്ന് വെച്ചാൽ ഭൂമി ഉരുണ്ടതാണ്, നമ്മുടെ സമുദ്രത്തിന്റെ സർഫസ് പോലും ഉരുണ്ടായിരിക്കുന്നത്, ആകർഷണ ശക്തിയുണ്ട്. അപ്പം ദൈവം ഒരു സാർവലൗകിക പ്രളയം വരുത്തിയാൽ 5 അടി വെള്ളം കൊണ്ട് സാർവലൗകിക പ്രളയം വരുത്തണമെന്ന് ദൈവത്തിന് വിചാരിച്ചാലും പറ്റും, ശാസ്ത്രീയമായിട്ട് തന്നെ. അതിനകത്ത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ശ്വാസോച്ഛ്വാസമുള്ള ആരും അവശേഷിച്ചില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ഖുറാനി പറയുന്നത് നോഹയുടെ പുത്രൻ പോലും മുങ്ങി മരിച്ചെന്ന. ഓക്കെ, എന്തായാലും ശ്വാസോച്ഛ്വാസമുള്ള മനുഷ്യരെല്ലാം മരിച്ചെന്ന് തന്നെ വേണം വിചാരിക്കാൻ. കാരണം അന്ന് പിന്നീടുള്ള ജനസഞ്ചയത്തെക്കുറിച്ച് പറയുന്നത് നോഹയുടെ മക്കളുടെ പേരിൽ തന്നെ, അവരുടെ മക്കളുടെ പേരിലാണ് ഈ പോപ്പുലേഷൻ ഫാമിലീസ് തന്നെ തരംതിരിച്ചിരിക്കുന്നത്. പിന്നീടുള്ള ജാതികളെല്ലാം നോഹയുടെ മക്കളിൽ നിന്നാണ് ഉൽപ്പാദിതമായത്. ഈ കാലത്ത് ലോകത്തില് ശ്വാസോച്ഛ്വാസമുള്ള സകല മനുഷ്യരും എന്ന് പറഞ്ഞാൽ എയറിൽ നിന്ന് വായു വലിച്ച് ജീവിച്ചിരുന്നവര് എല്ലാവരും തന്നെ മരിച്ചിരുന്നു. ഇനിയും നോഹയുടെ കാലത്ത് സംഭവിച്ച അന്ന് ഫറോവന്മാർ ഭരണം നടത്തിയിരുന്നു. അക്ബർ സാഹിബിന്റെ ബുക്കെങ്കിലും ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. ഈ ഫറോവന്മാര് ഈജിപ്ത് കാലത്ത് പോലും ഇല്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ആരിഫ് അദ്ദേഹത്തിന്റെ വാദഗതികളെ ദുർബലപ്പെടുത്തരുത്. അങ്ങനൊരു മിഡിൽ സാമ്രാജ്യം അക്കാലത്തില്ല. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ, നൂറുകണക്കിന് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ആ അഭിപ്രായങ്ങൾ യാതൊരു വിധത്തിലും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇനിയും ആരിഫ് കാർബൺ ഡേറ്റിംഗ് വഴി ഇത് തെളിയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ അധ്യാപനം നടത്തിയിരുന്ന ആളാണല്ലോ, വലിയ അറിവൊന്നുമില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് സാധിക്കും. കാർബൺ ഡേറ്റിംഗ് വെച്ച് ലോകത്തിൽ ഇതുവരെയും ഒരു ജീവിയുടെയും പ്രായം 50,000 വർഷത്തിൽ കൂടുതൽ തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. കാരണം എന്നാന്ന് വെച്ചാൽ കാർബൺ ഡേറ്റിംഗിന്റെ തത്വം എന്നാന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന കാർബൺ 14 ജീവിയുടെ ശരീരത്തിൽ കാണും. അത് ചാകുമ്പോൾ പിന്നെ വലിച്ചെടുക്കത്തില്ല, നഷ്ടപ്പെടത്തേ ഉള്ളൂ. അപ്പൊ എത്ര കാലം കൊണ്ട് ഒരു പ്രത്യേക അളവിൽ നിന്ന് ഒരു കുറഞ്ഞ അളവിലേക്ക് വരാൻ എടുക്കും എന്ന് തിട്ടപ്പെടുത്തി അത് ചെയ്യുന്നത്. ഒരു 50,000 വർഷം കഴിഞ്ഞ് പിന്നെ തിട്ടപ്പെടുത്താൻ തക്ക കാർബൺ കാണത്തില്ല, കാർബൺ 14 കാണത്തില്ല. അപ്പം കാർബൺ 14 വെച്ച് 50,000 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു കാര്യവും എടുക്കാൻ പറ്റത്തില്ല. ഇനിയും 50,000 താഴെയുള്ളതാണെങ്കിലോ, 50,000 താഴെയുള്ളതാണെങ്കിൽ അതിലും രസമാണ്. ഒരു അമണൈറ്റ് എന്നൊരു ജീവിയെ കടലിൽ നിന്ന് പിടിച്ചത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അമണൈറ്റ് ഒരു ഉച്ചു വർഗത്തിലുള്ള ഈ അമണൈറ്റിനെ പിടിച്ച് നോക്കിയപ്പോൾ കിട്ടിയ റിസൾട്ട് ഇത് ചത്തിട്ട് 3000 വർഷമായെന്നാണ് കാർബൺ ഡേറ്റിംഗിന്റെ. എന്നെ പിടിച്ചിപ്പം ചെയ്ത ഇച്ചിരി മാംസം എടുത്തിട്ട് കാർബൺ ഡേറ്റിംഗ് വെച്ചാൽ എനിക്കും 500 വയസ്സെന്നൊക്കെ കിട്ടും. അപ്പം കാർബൺ ഡേറ്റിംഗ് ഒരു തിയററ്റിക്കൽ സ്കെയിലാണ്, ഒരു പ്രാക്ടിക്കൽ സ്കെയിൽ അല്ല. ഇപ്പം ഒരു കുഞ്ഞിന്റെ പ്രായത്തെക്കുറിച്ച് സംശയമുണ്ട്, അല്ലെ കല്യാണം കഴിക്കും പെണ്ണിന് എത്ര പ്രായമാണെന്നറിയണം. കാർബൺ ഡേറ്റിംഗ് നടത്തിയാൽ കിട്ടത്തില്ല, പെണ്ണിന് ചിലപ്പോൾ 900 വയസ്സൊക്കെ കാണും. അപ്പം കാർബൺ ഡേറ്റിംഗോ അതുപോലുള്ള ടെക്നിക്കുകളോ വെച്ച് ഒരു ഫോസിലിന്റെയും അല്ലെങ്കിൽ പഴയ നാശാവശിഷ്ടത്തിന്റെയും പ്രായം കൃത്യമായിട്ട് അളക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ടെക്നിക്കുകളൊന്നുമില്ല. അങ്ങനെയുള്ള ടെക്നിക്കുകൾ വഴിയൊന്നും നോഹയുടെ പ്രളയം ഇല്ലായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുമില്ല. ഒരു സാർവലൗകിക പ്രളയം ഉണ്ടായെന്ന് അറിയത്തക്ക വിധത്തിൽ ഹിമാലയത്തിന്റെ മുകളിൽ തൊട്ട് അമേരിക്കയുടെ അങ്ങേ സൈഡ് 2 വശമാണ്, ഈ സ്ഥലങ്ങളിലെല്ലാം പ്രളയത്തിന്റെ ലക്ഷണങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു സാർവലൗകിക പ്രളയം ആരംഭിച്ചു എന്ന് നടന്നു എന്ന് തന്നെ വേണം നമ്മൾ വിശ്വസിക്കാൻ. എന്റെ പേര് എക്സ്ക്യൂസ് മീ സാറ് നേരത്തെ വിശദീകരണം തന്നില്ല, എൻലൈറ്റൻ ഓൺ ഇറ്റ്. കാർബൺ ഡേറ്റിംഗിന്റെ സാധ്യതകളെ പറ്റി സാർ പറഞ്ഞൊരു 50,000 കൊല്ലത്തിന്റെ പഴക്കമാണ് കാർബൺ ഡേറ്റിംഗിൽ ആ കാര്യത്തിലുള്ളത്. എന്നാൽ ഞാൻ ഒരു കാര്യത്തിൽ തെറ്റുപറ്റില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാര്യം മനുഷ്യ സൃഷ്ടി ഹോമോസാപ്പിയൻ എന്ന് പറഞ്ഞ് ആ സ്പീഷീസ് ഉണ്ടായിട്ട് തീർച്ചയായിട്ടും 50,000 കൊല്ലത്തെക്കാളും കൂടുതലുണ്ട്. കാരണം ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഫോസിലുകളിൽ പലതും തന്നെ 50,000-ങ്ങളിലും 1000-ങ്ങളിലും മുകളിലുള്ള കാലഘട്ടത്തിൽ കാണുന്നു. എന്നാൽ ബൈബിൾ പ്രകാരമുള്ള കണക്കൂട്ടലുകൾ പ്രകാരം ഏതാനും 5776 വർഷങ്ങളോ അതിന്റെ അടുത്തുള്ള വർഷങ്ങളാണ് പഴക്കം കിട്ടാൻ പറ്റുന്നത്. അതെങ്ങനെയാണ് ആ ജനസിന്റെ അടിസ്ഥാനത്തിലും നമുക്കത് ലഭ്യമാകുന്നു? അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക? മനുഷ്യൻ ഹോമോസാപ്പിയൻസ് ഇവോൾവ് ചെയ്ത് ഏകദേശം 40,000 വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത്. പക്ഷെങ്കിൽ പരിണാമ സിദ്ധാന്തം ആരും ഇതുവരെ കണ്ടിട്ടുമില്ല, തെളിയിച്ചിട്ടുമില്ല, തെളിയിക്കാൻ പറ്റത്തുമില്ല. അതൊരു ശാസ്ത്രമല്ല, അതൊരു ഹൈപ്പോത്തിസിസ് മാത്രമാണ്. ഹൈപ്പോത്തിസിസ് ഓഫ് മലയാളത്തിൽ അത് കറക്റ്റായിട്ട് പറയുന്നത് സിദ്ധാന്തം. ഈ 40,000 അല്ലെങ്കിൽ 1,00,000 വർഷങ്ങളായോ മനുഷ്യൻ ഉടലെടുത്തിട്ട്? ഇത് ഒരു വലിയ ചതിയുടെ കഥയാണ്. അതായത് ഒരു ഉദാഹരണം ഞാൻ പറയാം. പീക്കിംഗ് മാൻ എന്നും പറഞ്ഞ ഒരു ഹോമോ സാപ്പിയൻസിന്റെ തൊട്ടു മുമ്പിലുള്ള ഒരു ഫോസിൽ, ഹോമിനിഡ് ഫോസിൽ, അതിൽ നിന്ന് മനുഷ്യൻ 40,000 വർഷം മുമ്പ് ഉണ്ടായെന്നാണ് പറയുന്നത്. പീക്കിംഗ് മാനിന്റെ കാർബൺ ഡേറ്റിംഗ് വഴിയൊക്കെ വെച്ച് ഒരുപാട് റിസർച്ച് ഒക്കെ നടത്തി അത്
3 ലക്ഷം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരാളിന്റെ ഫോസിലാണ്. അത് മനുഷ്യന്റെ തൊട്ടു മുമ്പത്തെ മുൻഗാമിയാണ് എന്നൊക്കെ തിട്ടപ്പെടുത്തി അങ്ങനെ 500 പേർക്ക് അതിൽ നിന്ന് PhD അവാർഡ് ചെയ്തു, റിസർച്ച് ചെയ്ത് 500 പേർക്ക്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അത് ഒരു കുരങ്ങിന്റെ അസ്ഥികൂടം എടുത്തിട്ട് അതിന്റെ പല്ല് തേച്ച് ഒരച്ച് ചെറുതാക്കിയിട്ട് അതിൽ കളർ കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഹോക്സ് ആയിരുന്നു എന്ന്. അതായത് ഹൊമിനിഡ് ഫോസിൽസിന്റെ പലതും ഹോക്സ് ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല പരിണാമത്തിന്റെ അവസ്ഥ തന്നെ ഇപ്പം കഷ്ടമാണ്. ദർ ഇസ് നോ മെക്കാനിസം ഫോർ എവല്യൂഷൻ. 1973 സ്റ്റീഫൻ ഗോൾഡ് ആണ് പരിണാമത്തിന്റെ അവസാനത്തെ തിയറി പറഞ്ഞിരിക്കുന്നത്. അതിന് പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം മോഡൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം മോഡൽ അനുസരിച്ച് പരിണാമത്തിന് ഇന്നൊരു പ്രക്രിയയില്ല, പ്രോസസ് ഇല്ല, മെക്കാനിസം പറയാൻ ശാസ്ത്രത്തിന് കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ പരിണാമ സിദ്ധാന്തം ഏകദേശം മരിച്ചു കഴിഞ്ഞു. ഡാർവിന്റെ ഗ്രാജുവലിസം തിരസ്കരിച്ച്, കാരണം ഗ്രാജുവലിസത്തിന് ഇന്റർമീഡിയറ്റ് ഫോംസ് അത്യാവശ്യമാണ്. ഇപ്പൊ കുരങ്ങിന്ന് മനുഷ്യനുണ്ടായാൽ വാലിന് പല നീളത്തിലുള്ള മനുഷ്യരെ ഇടയ്ക്ക് കാണേണ്ടതാണ്. 1000-2000 വെറൈറ്റി അതൊന്നും ഇല്ലാത്തതുകൊണ്ട് പരിണാമ സിദ്ധാന്തത്തിന് വിശദീകരിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് സ്റ്റീഫൻ ഗോൾഡ് പറഞ്ഞു പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം മോഡലാണ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എവല്യൂഷൻ നടക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പുതിയ തിയറിയാണ്. ഇന്ന് മെക്കാനിസം ഇല്ല. എവല്യൂഷൻ അംഗീകരിക്കപ്പെടുന്ന ഒരു തിയറിയല്ല. എന്തുകൊണ്ടാണ് പിന്നെ മനുഷ്യൻ എവല്യൂഷനെ പൊക്കിക്കൊണ്ട് നടക്കുന്നേ? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞ കാലഘട്ടത്തിൽ മനുഷ്യന് ഒരു നല്ല തിയറി വേണമായിരുന്നു. ദൈവത്തെ വേണ്ടാത്ത മനുഷ്യന് ദൈവത്തെ നിരസിക്കാൻ ഒരു തിയറി വേണമായിരുന്നു. അതിന് കണ്ടുപിടിച്ച ഒരു ഊന്നുവടിയാണ് പരിണാമ സിദ്ധാന്തം. അത് ഊർദ്ധശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും നേരത്തെ അത് ചാകുന്നുവോ അത്രയും ദൈവവിശ്വാസം വളരുവാൻ ഇടയാകും. അത് സംഭവിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എന്റെ പേര് സോളമൻ. എനിക്ക് ഉസ്താദ് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഒന്ന് പറയാനുണ്ട്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫിഹി ഹുദൻ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞ അത് ദാലിക്ക എന്ന് പറഞ്ഞത് അത് ഗ്രന്ഥമാകുന്നു എന്ന് പറഞ്ഞത് ബൈബിളിനെ കുറിച്ച് ആണെന്ന് പറഞ്ഞാൽ അത് ഗ്രന്ഥമാകുന്നു, അതിൽ സത്യവിശ്വാസികൾക്ക് സംശയത്തിന് ഏതും അവകാശമില്ല എന്ന് പറഞ്ഞത് ആ ഗ്രന്ഥം ദാലിക്ക എന്ന് പറഞ്ഞാൽ ഇത് ഗ്രന്ഥമാകുന്നു എന്നാണ് പല തർജ്ജിമയിലുള്ളത്. ഇത് ഗ്രന്ഥമാകുന്നതല്ല, അത് ഗ്രന്ഥമാകുന്നു എന്ന് പറഞ്ഞാൽ അത് ബൈബിളിനെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ പറ്റുമോ? ഖുർആനിലെ 2-ാമത്തെ അധ്യായം 2-ാമത്തെ വചനത്തിൽ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് പറയുന്നത് ബൈബിളിനെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നിഷേധിക്കാൻ പറ്റും. ദാലിക്ക എന്ന പദത്തിന് അത് എന്ന് മാത്രമാണ് അർത്ഥമുള്ളത് എന്ന് എന്റെ സോളമൻ സാറിന് ആരാ പറഞ്ഞത്? ദാലിക്ക എന്നുള്ള പദത്തിന് ഇത് എന്നർത്ഥം വരുന്ന സന്ദർഭങ്ങളുണ്ട്, ഈ എന്നർത്ഥം വരുന്ന സന്ദർഭങ്ങളുണ്ട്. ആ പരിശുദ്ധ ഖുർആന്റെ പ്രയോഗം അതാണ്. അതുകൊണ്ടാണ് പരിഭാഷകളിൽ കാണുന്നത്. മാത്രമല്ല ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം പറയുന്ന കാര്യങ്ങളുണ്ട്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്വഭാവങ്ങൾ, അഥവാ മുത്തഖികൾക്ക് മാർഗദർശനമാണിത്. ആ മുത്തഖികൾ ആരാണ്? നമസ്കരിക്കുന്നവർ, അതേപോലെ സക്കാത്ത് കൊടുക്കുന്നവർ, മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവർ. ഇങ്ങനെ മുത്തഖികളുടെ കാര്യങ്ങൾ പറയുന്നതെല്ലാം പരിശുദ്ധ ഖുർആനിന്റെ മാർഗദർശനത്തെക്കുറിച്ചാണ്. മാത്രമല്ല ഈ മാർഗദർശനം പരിശുദ്ധ ഖുർആൻ മാർഗദർശനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഉള്ള പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങളെല്ലാം ഖുർആനിന്റെ മാർഗദർശനത്തെക്കുറിച്ചാണ്. എന്നാൽ തൗറയിലോ ഇഞ്ചിയിലോ മാർഗദർശനം ഇല്ല എന്ന് ഖുർആൻ പറയണില്ല. വെറുതെ ഈ ആയത്ത് തന്നെ വേണ്ടല്ലോ, എത്രയോ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 44-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, ഇന്ന അൻസൽന തൗറാത്ത ഫീഹാ ഹുദൻ വനൂറുൻ, അഥവാ നാം ആകുന്നു ഇഞ്ചിയിൽ തൗറാത്ത് അവതരിപ്പിച്ചത്, അതിൽ മാർഗദർശനവും പ്രകാശവും ഉണ്ട്. അപ്പൊ തൗറാത്തിൽ മാർഗദർശനം ഉണ്ടെന്ന് പറയുന്നുണ്ട്. വാതൈനാഹുൽ ഇഞ്ചീല ഫീഹി ഹുദൻ വനൂറുൻ പരിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ അധ്യായത്തിൽ 46-ാമത്തെ വചനത്തിൽ പറയുന്നു. ആ ഇഞ്ചിയിൽ നാം അവതരിപ്പിച്ചു, അതിലും മാർഗദർശനവും പ്രകാശമുണ്ട്. അപ്പോ ഇഞ്ചിയിലും തൗറാത്തിലും എല്ലാം മാർഗദർശനം ഉണ്ട് എന്ന് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്നാൽ ഈ വചനം പരിശുദ്ധ ഖുർആനെ കുറിച്ചാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ രൂപത്തിലാണ്.
എന്റെ പേര് അബ്ദുൽ ഹക്കീം. എന്റെ ചോദ്യം മാർക്കോസിന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിലെ 17-ാമത്തെ വാക്യമാണ്. അതിൽ പറയുന്നു, വിശ്വാസികളുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ രോഗം മാറും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, അവർ അന്യഭാഷകൾ സംസാരിക്കും. ഈ 4 കാര്യങ്ങൾ സാധാരണ ഇവിടെ ചെയ്യാറുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 5-ാമതൊരു കാര്യം പറയുന്നുണ്ട്, അവർ മരണകാരണമായ യാതൊന്നും സേവിച്ചാലും അവർക്കൊന്നും സംഭവിക്കുകയില്ല എന്ന്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ആ ഒരു ടെസ്റ്റിന് തയ്യാറുണ്ടോ? അതിനാവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഭൂതങ്ങളെ പുറത്താക്കും, സൗഖ്യമാക്കും, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് വേദപുസ്തകത്തിന്റെ ആധികാരികതയെ തെളിയിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമെങ്കിൽ പിന്നെ ഈ വേദപുസ്തകത്തിൽ അവിശ്വസിച്ചിട്ട് കാര്യമില്ല, അത് അംഗീകരിക്കുകയാണ് വേണ്ടത്. മരണകരമായ കാര്യങ്ങൾ കുടിച്ചാൽ നിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നതും അക്ഷരീയമായിട്ട് നടന്നിട്ടുണ്ട്. ഇത് എല്ലാ കാലത്തേക്കുള്ള ഒരു പ്രവചനമായിരുന്നില്ല. വാസ്തവത്തിൽ ഇത് 1-ാം നൂറ്റാണ്ടിലേക്കുള്ള ഒരു പ്രവചനമായിരുന്നു. അതെ അതെ, വിശ്വാസികളാണ്. അത് അടുക്കും ചിട്ടയുമായിട്ട് പിന്നോട്ട് വരുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഒരു അരമണിക്കൂർ എടുത്ത് ലെക്ചർ തരാമെങ്കിൽ ഞാനത് പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇനി ഞാൻ ഒരുങ്ങുന്നില്ല. ഓക്കെ, പൗലോസ് അപ്പോസ്തലന്റെ ഒരു കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലനെ അണലി കടിച്ചിട്ട് അവനൊന്നും സംഭവിച്ചിട്ടില്ല. ലോകത്തിലെ ക്രിസ്തീയ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള അനേക സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് റോമൻ സാമ്രാജ്യം അതിന്റെ കരാളഹസ്തം ഉപയോഗിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കാറൽ മാർക്സ് 100 വർഷത്തിനുള്ളിൽ ഈ വേദപുസ്തകം ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ടും പാതാള ഗോപുരങ്ങളെ ജയിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ധാരാളമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ സുഹൃത്തിന്റെ ഇതിന് പറയാനാണെങ്കിൽ ഞങ്ങള് ഇത് ഈ 1-ാം നൂറ്റാണ്ടിൽ മാത്രം ഞങ്ങള് ഈ ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കാനൊന്നും പോവാറില്ല. ഇത് 1-ാം നൂറ്റാണ്ടിൽ വചനം കൊടുത്ത കാലത്ത്, അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത് അടയാളങ്ങളും അത്ഭുതങ്ങളും നൽകി വചനം കൺഫേം ചെയ്ത കാലത്ത് എന്ന് പറയുന്നുണ്ട്. അതായത് വചനം കൺഫേം ചെയ്യാൻ, ഇത് വചനമാണെന്ന് ഒരാൾ മനസ്സിലാകണമെങ്കിൽ അതിന്റെ കൂട്ടത്തില് അടയാളങ്ങളും അത്ഭുതങ്ങളും വേണമായിരുന്നു. അതിനുവേണ്ടി ആ കാലത്ത് നൽകിയ ചില പ്രത്യേക കഴിവുകളായിരുന്നു അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തിയും മരണകരമായ വിഷം കഴിച്ചാലും അപകടം വരാത്തതും. അത് പൗലോസ് അപ്പോസ്തലന്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് നടന്നതായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും ഒരു ഉപദേശം തരാനുള്ളത്, വിഷവസ്തുക്കൾ കൊണ്ട് നടക്കരുതേ. പോലീസ് വല്ലതും പിടിച്ചാൽ അതിന് ആത്മഹത്യാശ്രമമായിട്ട് വല്ലതും കേസെടുത്താൽ ജയിലിലാകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. താങ്ക് യു. അത്രയും ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു വലിയ ബൈബിൾ പണ്ഡിതനോ ബൈബിളിലെ ഒരു വിദ്യാർത്ഥിയോ അല്ല. എന്റെ വീട്ടിന്റെ മുൻവശത്ത് ഒരു ക്രിസ്ത്യൻ ചർച്ചാണ്. അവിടെ നിന്ന് കേട്ടുള്ള പല വചനങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത്. ഇവിടെ ജ്ഞാനം സ്വീകരിച്ച് ജ്ഞാനസ്നാനം ചെയ്ത് വിശ്വാസം സ്വീകരിച്ച ആളുകൾക്ക് ഈ 5 അടയാളങ്ങൾ ഉണ്ടാവുന്നതാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഈ അടയാളം ഒന്ന് പരിശോധിക്കാൻ തയ്യാറല്ല? സുഹൃത്തെ, ഉപദേശങ്ങളിൽ വ്യത്യാസമുള്ള ഇസ്ലാമിലും കുറവൊന്നും അല്ല, ആണോ? അഹമ്മദിയ പ്രസ്ഥാനത്തിന്റെ എല്ലാം നിങ്ങൾ അംഗീകരിക്കുന്നോ? ഇവിടെ ഭീമാവള്ളിയിലെ അത്ഭുതങ്ങൾ അടയാളം നിങ്ങൾ അംഗീകരിക്കുന്നു. അപ്പൊ നമ്മൾ ആ കോൺട്രവേഴ്സിയിലേക്ക് വരണ്ട. വിശ്വാസം ബൈബിളിലുള്ള വിശ്വാസത്തെ കുറിച്ച്, അതെ, ഉപദേശ ഇന്റർപ്രിട്ടേഷനിൽ ഈ കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തിപരവും അതുപോലെ മരണകരമായ വിഷം കുടിച്ചാൽ മരിക്കാതിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ തിരുവചനം ഈ ഭൂമിയിലേക്ക് നൽകിയപ്പോൾ ഇത് തിരുവചനമാണ് എന്ന് ജനത്തിന് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം കൊടുത്ത സ്പെഷ്യൽ ഇന്റർവെൻഷൻസ് ആയിരുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് 1-ാം നൂറ്റാണ്ടിൽ ധാരാളമായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അത് ചില ആ കാലത്തെ അക്രൈസ്തവ രേഖകളിൽ പോലും അത് എഴുതപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു. ടാസിറ്റസിന്റെയും അതുപോലൊക്കെയുള്ള. ഞങ്ങൾ എന്തിനാ തയ്യാറാകുന്നത്? ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കാനും പോകാറില്ല, ഞങ്ങൾ സൗഖ്യമാക്കാനും പോകാറില്ല. ഹലോ, അക്ബർ സാഹിബ് മറുപടി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ ഹദീസുകളിൽ നിന്നും കൂടി ഒന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഈ ചോദ്യം ഒന്ന് വ്യക്തമാക്കുകയാണ്. പല ഭാഗങ്ങളില് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വേദക്കാരോട് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇസ്രായേൽ മക്കളോട് ചോദിക്കുവിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ പക്കൽ ഈ വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ, അവരുടെ പക്കൽ അക്ഷരീയമായ ഗ്രന്ഥം ഇല്ല എങ്കിൽ എങ്ങനെ അത് സാധിക്കും? മാത്രമല്ല, ബുഖാരിയിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. വ്യഭിചാരം ചെയ്ത ഒരു യഹൂദരായ 2 പേരെ നബിയുടെ മുമ്പിൽ വന്ന് ചോദ്യം ചെയ്യുമ്പോൾ നബി അവർക്ക് കൊടുക്കുന്ന മാർഗനിർദ്ദേശം,
നിങ്ങൾ അവരോട് തൗറാത്ത് കൊണ്ടുവരാൻ പറയുക, എന്നിട്ട് തൗറാത്ത് അനുസരിച്ച് അവർ വിധിക്കട്ടെ. അപ്പോൾ അവർ കൈവച്ചു പറയുന്നൊക്കെയുണ്ട്, ആ കൈ എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഭാഗത്ത് CN അഹമ്മദ് മൗലവിയുടെ ട്രാൻസ്ലേഷനിലും ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ രേഖകളുണ്ട്, വേണമെങ്കിൽ വായിച്ചേപ്പിക്കാം. അപ്പോൾ തൗറാത്ത് അവർ കൊണ്ടുവന്നു എന്നവിടെ കാണുന്നുണ്ട്. അപ്പൊ ആ തൗറാത്ത് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? AD 625 ശേഷം അല്ലെങ്കിൽ AD 600 ശേഷം ആ തൗറാത്ത് നിലനിന്നിരുന്നുവെങ്കിൽ ഇന്നും അത് ആ നിലയിൽ നിലനിൽക്കുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടേ? സിജോ അല്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ ബുക്ക് ചെയ്തത്? ഏതായാലും അന്ന് പുസ്തകത്തിൽ പറയുന്ന പോലെ തന്നെ ബുഖാരിയിലെ ഭാഗങ്ങളെല്ലാം വായിച്ചു വന്നതിന് നന്ദി. എന്താണ് സംഭവം എന്ന് ആദ്യം മനസ്സിലാക്കാം. മദീനയിൽ യഹൂദന്മാരും മുസ്ലിങ്ങളുമുണ്ട്. ആ രാജ്യത്തിന്റെ ഭരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലാണ്. അവിടുത്തെ ഭരണാധികാരി മുഹമ്മദ് നബിയാണ്. അവരുമായുണ്ടാക്കിയ ആദ്യത്തെ കരാർ, ആ യഹൂദന്മാര് റസൂലുള്ളാഹി അങ്ങോട്ട് ചെല്ലുമ്പോൾ അടുത്ത ജൂതന്മാരുമാക്കി ഉണ്ടാക്കിയ കരാർ, അവരുടെ മതകാര്യങ്ങളിൽ മുസ്ലിങ്ങൾ ഇടപെടില്ല എന്നും മതപരമായ കാര്യങ്ങളിൽ ക്രിമിനൽ നിയമങ്ങളടക്കം അവരുടെ വേദഗ്രന്ഥം അനുസരിച്ച് വിധിക്കുവാൻ അവർക്ക് അവകാശമുണ്ടായിരിക്കും എന്നുമാണ്. അവരുടെ വേദഗ്രന്ഥം അനുസരിച്ച് വിധിക്കാൻ അവർക്ക് അവകാശം ഉണ്ടായിരിക്കും. പക്ഷേ രാജ്യത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളിൽ രണ്ടു കൂട്ടരും ഒന്നിച്ചു നിന്ന് പൊതുശത്രുവിനെതിരെ ഒന്നിച്ചു നിൽക്കണം എന്നും രാജ്യത്ത് രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്നുമാണ് കരാറിലെ മറ്റു ഭാഗങ്ങൾ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോയി മദീനയിൽ എത്തുമ്പോൾ ആദ്യമായി ജൂതന്മാരോടുണ്ടാക്കുന്ന കരാർ. അങ്ങനെ യഹൂദന്മാരിൽ ഒരാൾ വ്യഭിചരിച്ചു. വ്യഭിചരിച്ചപ്പോൾ അത് സ്വാഭാവികമായും അവരിൽപ്പെട്ട ഒരു ഉയർന്ന ആളോ അല്ലെങ്കിൽ സ്വാധീനമുള്ള ആളോ ആയതുകൊണ്ട് വേദഗ്രന്ഥം അനുസരിച്ചുള്ള ശിക്ഷ നടപ്പാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വേദഗ്രന്ഥത്തിൽ അങ്ങനെ ഇല്ല എന്നുള്ള രൂപത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായി. അപ്പോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അംഗീകരിക്കുന്ന തൗറാത്ത് കൊണ്ടുവരൂ, നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ വേദഗ്രന്ഥം. ആ വേദഗ്രന്ഥം കൊണ്ടുവരുന്നു. ആ വേദഗ്രന്ഥത്തിലെ നിയമം നോക്കാൻ പറയുന്നു. നിയമം നോക്കുന്നു. ആ സ്ഥലത്ത് കൈ വെക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ വചനം അവതരിക്കുന്നു. തീർച്ചയായും വേദഗ്രന്ഥം പ്രത്യേകിച്ച് അറിയുന്നയാളല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പടച്ചോ തമ്പുരാൻ തന്നെ ഇടപെടുന്നു. യഥാർത്ഥത്തിൽ പടച്ച തമ്പുരാൻ അവതരിപ്പിച്ചതനുസരിച്ച് അവർ വിധിക്കട്ടെ. ഇതാണ് സംഭവം. ഇനി അപ്പോ പ്രശ്നം തൗറാത്ത് അന്നുണ്ടായിരുന്നോ എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചോദ്യത്തിന് ഉത്തരമായി, തൗറാത്ത് ഇന്നും ഇന്നത്തെ പഞ്ചപുസ്തകത്തിലും തൗറാത്ത് ഉണ്ട് എന്ന് തന്നെയാണ് നാം കരുതുന്നത്. തൗറാത്ത് ഉണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷെ തൗറാത്ത് മാത്രമല്ല, അവിടെ മനുഷ്യരുടെ കൈകടത്തലുകൾ തൗറാത്തിലല്ല നടന്നിട്ടുള്ളത്. മറിച്ച് മനുഷ്യർ എഴുതിയുണ്ടാക്കിയ പുസ്തകത്തിന് തൗറാത്തിന് അവർ പേര് നൽകുകയും അതോടൊപ്പം തന്നെ മറ്റു പലതും കൂട്ടിച്ചേർക്കുക, പലതും പുരോഹിതന്മാരുടെ നിയമങ്ങളും മറ്റും മറിച്ചും എല്ലാം ഉണ്ടാവുകയും ചെയ്തതാണ്. അപ്പൊ അതേസമയം ഇഞ്ചീലിന്റെ കാര്യത്തിൽ പരിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയുന്നിടത്ത് തന്നെ ഖുർആനിന്റെ അമാനുഷികത നമുക്ക് കാണാൻ കഴിയും. ഇഞ്ചീലിന്റെ അനുയായികൾ ഇഞ്ചീലിൽ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധിക്കട്ടെ എന്നാണ്. അല്ല അവരുടെ കയ്യിൽ ഇഞ്ചീലുണ്ടെന്നോ അല്ലെങ്കിൽ ആ ഇഞ്ചീൽ അനുസരിച്ച് വിധിച്ചോട്ടെ എന്നോ അല്ല. പടച്ച തമ്പുരാൻ ഇഞ്ചീലിൽ എന്താണോ അവതരിപ്പിച്ചത് അതനുസരിച്ച് വിധിക്കട്ടെ. തൗറാത്ത് എന്റെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ അവര് അംഗീകരിക്കുന്ന ഗ്രന്ഥം വേദഗ്രന്ഥം കൊണ്ടുവരിക. അതിൽ തൗറാത്തുണ്ട്. തീർച്ചയായും നിയമങ്ങളുടെ കാര്യത്തിൽ വിശേഷിച്ചും ഞാൻ പറഞ്ഞല്ലോ, പുരാതനമായ ഒരു വേദഗ്രന്ഥം എന്നുള്ള നിലക്ക് അവർ വിശ്വസിച്ചിരുന്ന, അവർ അംഗീകരിച്ചിരുന്ന ആവർത്തന പുസ്തകത്തിലെ 22-ാമത്തെ അധ്യായം മുതൽക്കുള്ള ഭാഗങ്ങൾ, അതേപോലെ തന്നെ മറ്റു ചില ഭാഗങ്ങൾ, ഇതെല്ലാം തൗറാത്തിൽ ഉള്ളത് തന്നെയാണ് എന്ന് ഇക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരും പുരാവസ്തു ഗവേഷകന്മാരും വേദപുസ്തക പണ്ഡിതന്മാരും എല്ലാം ഗവേഷണം ചെയ്ത് പറയുന്നു. ചുരുക്കത്തിൽ അവിടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ തീർച്ചയായും അജ്ഞനായിരുന്നു, വിവരമില്ലാത്തയാളായിരുന്നു.
സ്വന്തമായി. എന്നാൽ പടച്ച തമ്പുരാന്റെ വെളിപാടുകൾ പ്രകാരമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ആ വെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതാണ് നിങ്ങളുടെ വേദഗ്രന്ഥം കൊണ്ടുവരൂ. അല്ലാതെ വേദഗ്രന്ഥത്തിൽ അങ്ങനെ ഒരു നിയമമുണ്ടെന്ന് എനിക്കറിയില്ല. ആ വേദഗ്രന്ഥത്തിൽ പക്ഷേ അവിടെ കൈ വെച്ചിട്ട് മറച്ചു വെച്ചു. അപ്പോൾ പറയുന്നു പടച്ച തമ്പുരാന്റെ വചനം പ്രത്യേകമായി അവതരിപ്പിക്കപ്പെടുന്നു. ഇതാണ് സംഗതി. അന്ന് ഈ രൂപത്തിൽ തന്നെയായിരുന്നു പഞ്ചപുസ്തകം എന്ന് ഏകദേശം ഉറപ്പാണ്. അഥവാ AD 7-ാം നൂറ്റാണ്ടിൽ ഏകദേശം ഇന്നുള്ള രൂപത്തിൽ തന്നെയായിരുന്നു പഞ്ചഗ്രന്ഥി എന്ന് ഏകദേശം ഉറപ്പാണ്. എന്നാൽ പുതിയ നിയമ പുസ്തകങ്ങൾ അന്നത്തെ ക്രൈസ്തവർ സ്വീകരിച്ചിരുന്നത് ഏതാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഡയാടെസറോൺ എന്നറിയപ്പെടുന്ന വേദമാണ്, അല്ലെങ്കിൽ മത്തായിയുടെയും മാർക്കോസിന്റെയും ലൂക്കോസിന്റെയും എല്ലാം സുവിശേഷങ്ങളിലെ ഭാഗങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടെടുത്ത പിൽക്കാലഘട്ടത്തിൽ പിശീത്ത ബൈബിളിന് ആധാരമായി ഭവിച്ച ബൈബിൾ വേദഗ്രന്ഥമായിരുന്നു. അന്നത്തെ വിശേഷിച്ചും നെസ്റ്റൂറിയൻ ക്രിസ്ത്യൻസ് ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിലെ പ്രാന്തപ്രദേശങ്ങളിൽ നജറാനിലെല്ലാം ഉണ്ടായിരുന്നതെന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ മനസ്സിലാവുന്നത്. അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ തൗറാത്തിന്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞു, ഖുർആൻ പറഞ്ഞതിൽ ഒരു അബദ്ധവുമില്ല. തൗറാത്ത് ഇന്നും യഹൂദന്മാരുടെ അടുത്ത് ഭാഷയിൽ പോലും ശുദ്ധമായി തന്നെ ഒരു പരിധിവരെ ഹീബ്രു ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടാണ്. ആ ഹീബ്രുവിൽ തന്നെ. പക്ഷെ അതിൽ അവരുടെ വിശദീകരണങ്ങളും കാര്യങ്ങളും കൂട്ടുകയും മോശയുടെ ചരിത്രവും മറ്റെല്ലാം കൂട്ടിച്ചേർക്കുകയും ചെയ്തതുകൊണ്ട് അത് വേർതിരിക്കാൻ സാധ്യമല്ലാത്തൊരവസ്ഥയിൽ നിലനിൽക്കുന്നു എന്ന് മാത്രമേയുള്ളൂ. ഇതാണ് ഖുർആനിന്റെ ഈ രംഗത്തുള്ള വാദം എന്ന് മനസ്സിലാക്കുക. അതല്ലാതെ പലപ്പോഴും ഇസ്കന്ദർ ജദീദോ അതല്ലെങ്കിൽ അബ്ദുൽ ഹാദിയോ പറയുന്നത് പോലെ തിരുത്തപ്പെട്ടു എന്ന വാദമല്ല. ഓരോ ഗ്രന്ഥത്തിന്റെ കാര്യത്തിലും പ്രത്യേകമാണ് പരിശുദ്ധ ഖുർആന്റെ നിലപാട്. യഹൂദന്മാർ കരുതിയതുപോലെ തന്നെ. തീർച്ചയായും ചോദിച്ചോളൂ. ചോദ്യത്തിൽ നിന്ന് വളരെ അധികം തന്നെ കാര്യങ്ങൾ മനസ്സിലായിരുന്നു. എന്നാലും അപ്പോൾ ഒരു ചോദ്യമുള്ളത്, ഈ തൗറാത്ത് തന്നെയായിരുന്നു അവർ കൊണ്ടുവന്നതെന്ന് ഒരുപാട് തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം. അതിന് വ്യക്തമായ തെളിവുകളുണ്ട്. എന്നാൽ ചോദിക്കുന്നത്, ഈ ഓരോരുത്തരും അവരുടെ വിധി അനുസരിച്ച് വിധിച്ചാൽ മതിയെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിന്റെ ആവശ്യം? പുതിയ ഒന്നിന്റെ ആവശ്യം അവിടെ സ്വാഭാവികമായിട്ട് എന്താണ് അവിടെ ഉണ്ടാകുന്നത്? മാത്രമല്ല, പിന്നെ ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനമൊക്കെ വിഭാവനം ചെയ്യുന്നത് ഇതിന്റെ പിന്നിൽ ഇതിന്റെ എന്ത് അർത്ഥമാണുള്ളത്? ഓരോരുത്തരും അവരുടെ വിധി അനുസരിച്ച് വിധിച്ചാൽ മതിയെങ്കിൽ പിന്നെ എന്തിനാണ് പിന്നെ പുതിയൊരു വേദഗ്രന്ഥത്തിന്റെ ആവശ്യം എന്നാണ്. തീർച്ചയായും പ്രസക്തമാണ് ചോദ്യം. അവിടെ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ മറ്റ് മതവിശ്വാസികൾക്ക് അവരുടെ മതപരമായ കാര്യങ്ങൾക്കുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിനകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രാഷ്ട്ര സംവിധാനത്തിനകത്ത് അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്ന അതുകൊണ്ടാണ്. അല്ലാതെ അവിടെ ഇസ്ലാമിക നിയമമാണ്, ഇസ്ലാമിക നിയമം അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത്. എന്നാൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൻ്റെതായ സവിശേഷതകൾ ഉണ്ടാവും. എന്നാൽ മതന്യൂനപക്ഷങ്ങളുടെ മേൽ ഇസ്ലാമിക നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയോ അവിടുത്തെ സിറ്റിസൺസായ അവിടുത്തെ പൗരന്മാരായ ആളുകളുടെ മേൽ കേവലമായ ഇസ്ലാമിക നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഉണ്ടാവുക. അതാണ് അവിടെ പറഞ്ഞത്. അതേസമയം മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കുവാൻ വേണ്ട നിയമ നിർദ്ദേശങ്ങൾ വേറെയുണ്ട്. അതേസമയം ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളായിരിക്കും. എന്നാൽ മതന്യൂനപക്ഷങ്ങൾ ഉണ്ടാകും. ആ മതന്യൂനപക്ഷങ്ങളുടെ നിയമങ്ങൾ, അവകാശങ്ങൾ ഹനിക്കപ്പെടില്ല എന്നാണ് പരിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ ഈ വചനങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. രാവിലത്തെ സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ചർച്ചയിൽ ഖുർആന്റെ ദൈവികത എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അത് കൃത്യം 2:15 മണിക്ക് ആരംഭിക്കും. ഭക്ഷണത്തിന് ശേഷം 2:15 മണിക്ക് ഉച്ചകലത്തെ സെഷൻ ആരംഭിക്കും.